കൊറോണ വൈറസിന്റെ ഡെൽറ്റ പ്ലസ് വകഭേദം കേരളത്തിനും. പത്തനംതിട്ട തിരുവല്ലയിൽ 4 വയസ്സുകാരന് ബാധിച്ചത് ഡെൽറ്റ പ്ലസ് വൈറസ് എന്ന പരിശോധനാ ഫലം. ഡൽഹിയിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് വൈറസ് കണ്ടെത്തിയത്. കുട്ടിക്ക് രോഗം ഭേദമായിരുന്നു. ഇന്ത്യയിൽ 2ാം തരംഗത്തിന് കാരണമായ ഡെൽറ്റ വകഭേദത്തെക്കാൾ തീവ്രമാണ് ഡെൽറ്റ പ്ലസ് വകഭേദം എന്നാണ് വിദഗ്ധരുടെ നിഗമനം. ശശി നാരായണൻ ചേർന്നു. ശശി, ഈ ഡെൽറ്റ പ്ലസ് സ്ഥിരീകരിച്ചത് 4 വയസ്സുള്ള കുഞ്ഞിനാണ്. അത് രോഗം ഭേദമായെന്നും അറിയാൻ സാധിക്കുന്നു. സ്ഥലത്ത് കൂടുതൽ പരിശോധനകൾ നടത്തുകയാണോ? കുഞ്ഞിന്റെ ബന്ധുക്കൾക്കാർക്കെങ്കിലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ധന്യ, പത്തനംതിട്ട തിരുവല്ലയിലെ കടപ്രയിലാണ് 4 വയസ്സുകാരൻ ഇപ്പോൾ ഡെൽറ്റ പ്ലസ് വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കുടുംബത്തിലെ ഇവരുടെ കൂട്ടത്തിൽ 8 പേർക്കും കോവിഡ് പോസിറ്റീവായിരുന്നു. ഈ കോവിഡ് പോസിറ്റീവായ സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ രോഗം ഭേദമാവുകയും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ രോഗം ഭേദമായിട്ടുണ്ട്. ഈ സമയത്താണ് ഈ കുട്ടിയുടെ സാബ് പരിശോധനയ്ക്ക് വേണ്ടി അയക്കുകയും ഇപ്പോൾ അതിന്റെ ഫലം വന്നിരിക്കുന്നു. ഡെൽറ്റ പ്ലസ് വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കുട്ടിക്ക് ഇപ്പോൾ നെഗറ്റീവാണ് ഉള്ളത്. എന്നാൽ മറ്റ് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ, ഇന്ത്യയിൽ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് വലിയ ആശങ്കയിലാണ്. കടപ്രയിൽ വളരെ കണ്ടെയ്ൻമെന്റ് സോണാണ്. ഇവിടെ ക്ലസ്റ്റർ, വലിയ ലാർജ് ക്ലസ്റ്റർ ഈ പ്രദേശത്തുണ്ട്. ഈ പ്രദേശത്ത് രോഗം പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു വൈറസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറ്റ് ആളുകളിലേക്ക് പടരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രതിരോധ നടപടികൾക്കാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ബാക്കിയുള്ള 8 പേർക്കാണ് കുടുംബത്തിലുള്ളവർക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നത്. ഇവരുടെ സ്വാബ് കൂടെ പരിശോധിക്കാനുള്ള ശ്രമം ഇപ്പോൾ നാളെ മുതൽ ആരംഭിക്കും എന്നുള്ള സൂചനയാണ് ആരോഗ്യവകുപ്പിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും തിരുവല്ല കടപ്പുറയിലും ആ സമീപ പ്രദേശങ്ങളിലും കൃത്യമായ ഒരു പ്രതിരോധ നടപടികളിലേക്ക് നാളെ മുതൽ ആരോഗ്യവകുപ്പ് നീങ്ങും. ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറെ നാളുകളായി കോവിഡ് കാലം തൊട്ട് തന്നെ തുടർച്ചയായി ഇങ്ങനെ രോഗം കുറയാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ ആളുകൾക്കും ഈ പ്രദേശങ്ങളിലെ കണ്ടെയ്ൻമെന്റ് സോണായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും RT-PCR കുറെ ടെസ്റ്റുകൾ നടത്തിയിട്ടും ഈ രോഗം സ്വാഭാവികമായും കണ്ടെത്തിയിട്ടും പല വൈറസിൽ ഈ കോവിഡിന്റെ കണ്ടെത്തിയിട്ട് പോലും ഇത് പോസിറ്റീവായ നിരക്ക് കുറയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിദഗ്ധ പരിശോധനയും അവിടെ പ്രതിരോധ നടപടികളും പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തുന്നത്. എന്തായാലും ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും മുൻകരുതലും കാര്യങ്ങളും ഒക്കെ ആരോഗ്യവകുപ്പ് എടുത്തു കഴിയുമ്പോൾ നാളെ മുതൽ കടപ്പുറ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ വിദഗ്ധ പരിശോധന നടത്താനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള നടപടികളും ജില്ലാ ആരോഗ്യവകുപ്പ് തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു തന്നെയാണ്. ശരി, നന്ദി ശശി. സംസ്ഥാനത്ത് 7,499 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.63 കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 94 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 12,154 ചികിത്സയിലിരുന്ന 13,596 പേരുടെ രോഗം ഭേദമായി. തൃശൂർ വടക്കാഞ്ചേരി മുള്ളൂർക്കര ആറ്റൂരിൽ കരിങ്കൽ ക്വാറിയിൽ സ്ഫോടനം, നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രദേശത്തെ വീടുകൾക്ക് കേടുപറ്റിയതായും സൂചന. സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, വലിയ സ്ഫോടനമായിരുന്നു. എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ? വിവരങ്ങൾ. ധന്യ, അല്പം മുമ്പാണ് സ്ഫോടനമുണ്ടായത്. 1.5 വർഷമായി പൂട്ടിക്കിടക്കുന്ന കരിങ്കൽ ക്വാറിയാണ്. വടക്കാഞ്ചേരി ഉള്ളൂർക്കര ആറ്റൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. 1.5 വർഷമായി പൂട്ടിക്കിടക്കുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 4 പേരുടെ നില ഗുരുതരമാണ് എന്നറിയുന്നു. കൂടുതൽ, അതായത് ആളുകളുടെ 4 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ക്വാറിയിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. ഏതായാലും വലിയ ശബ്ദമാണ് ഉണ്ടായത്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ പേടിച്ച് ഓടുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഓടുന്നുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പോലീസും ഫയർഫോഴ്സും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക്, അതായത് ഈ ഗുരുതരമായി പരിക്കേറ്റവരെ ഉൾപ്പെടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അല്പം മുമ്പാണ് ഇത്തരത്തിൽ വലിയ ഒരു വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ധന്യ, ഈ വീടുകൾക്ക് കേടുപാടുണ്ടായി എന്നറിയുന്നു. അത് സമീപ പ്രദേശങ്ങളിലൊക്കെ വീടുള്ള സ്ഥലത്താണോ ഇത്തരത്തിൽ ക്വാറി പ്രവർത്തിച്ചിരുന്നത്? ക്വാറിയുടെ സമീപത്തായി വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയുന്നത്. ആ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആളുകളെ
മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മറ്റും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും രാത്രി സന്ധ്യ മയങ്ങിയതിനു ശേഷമാണ് സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് പൂർണ്ണ ചിത്രം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പ്രാഥമികമായ നിഗമനം എന്ന് പറയുന്നത് കഴിഞ്ഞ 1.5 വർഷമായി പൂട്ടിക്കിടക്കുകയായിരുന്നു എങ്കിലും സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി അറിയുന്നത്. വലിയ ശബ്ദമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുന്നേ ഉള്ളൂ. ഫയർഫോഴ്സും പോലീസും അവിടെ എത്തിയിട്ടുണ്ട്. സുവി, ആശുപത്രിയിലുള്ളവരുടെ സ്ഥിതി എന്താണെന്ന് അറിയുന്നുണ്ടോ? 4 പേരുടെ നില ഗുരുതരം എന്നൊക്കെ കാണുന്നുണ്ട്. എന്താണ് അവസ്ഥ? ഏതാണ്ട് എത്ര പേർക്കാണ് പരിക്കുണ്ടായിരിക്കുന്നത്? 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. അതിൽ ഒരാൾ മരിച്ചു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അവ സ്ഥിരീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. അവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ മാറ്റിയിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കുണ്ട്. ഇതിൽ 4 പേരുടെ നിലയാണ് ഗുരുതരമായിരിക്കുന്നത്. ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായത് എന്ന് പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. വൈകിട്ടാണ് സ്ഫോടനം ഉണ്ടായത്. ഏതായാലും പോലീസിൽ നിന്ന്, അതായത് സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടേ ഉള്ളൂ. എന്താണ് യഥാർത്ഥ കാരണം എന്ന് അറിവാവുന്നതേ ഉള്ളൂ. ഏതായാലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ പരിക്കേറ്റവരെ എത്തിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ധന്യ. സുബി, ഇത് വൈകുന്നേരം ഇപ്പം ഈ സമയത്ത് സ്ഫോടനം നടക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ ക്വാറി പ്രവർത്തിച്ചിരുന്നത്? കാരണം സാധാരണ ഈ സമയങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ക്വാറിയാണോ, പ്രവർത്തനം തുടങ്ങിയിരുന്ന ക്വാറിയാണോ ഇപ്പോൾ? നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ക്വാറിയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ 1.5 വർഷമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളും അതുപോലെ നമുക്ക് എന്തുകൊണ്ടായിരുന്നു ആ പ്രവർത്തനം അവസാനിപ്പിച്ചത്? എന്തുകൊണ്ടായിരുന്നു? അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഉഗ്ര സ്ഫോടനം നടന്നിരിക്കുന്നു. അവിടെ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പോലീസ് അവിടെ എത്തി ആദ്യഘട്ടമായി ഇപ്പോൾ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന ഒരു സ്ഥിരീകരിച്ച കാര്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യം നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. അതായത് 1.5 വർഷമായി പൂട്ടിക്കിടക്കുന്ന ക്വാറിയിലാണ് ഉഗ്ര സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതായത് സാധാരണ നമുക്കറിയാം ക്വാറിയിൽ സ്ഫോടനം ഉണ്ടാവും, പക്ഷെ അതിന്റെ ഒരു ശക്തിയൊന്നും ആയിരുന്നില്ല. അതിന്റെ 10 മടങ്ങ് ശക്തി ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പരിക്കേറ്റ ആളുകളൊക്കെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത്? പരിക്കേറ്റ ആളുകൾ ക്വാറിക്കും ക്വാറിയുടെ സമീപ പ്രദേശങ്ങളിലുമായി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഏതായാലും രാത്രിയിലാണ് സംഭവം ഉണ്ടായത് രാത്രി സന്ധ്യ മയങ്ങിയതിനു ശേഷമാണ് സംഭവം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ, അതായത് കൂട്ടിക്കിടക്കുന്ന ക്വാറിയായിരുന്നു, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ അറിയാൻ സാധിക്കുന്നില്ല. ഉഗ്രമായ ഒരു സ്ഫോടനമായിരുന്നു. എന്താണ്, അതായത് ഉരുൾപൊട്ടൽ പോലെ എന്തെങ്കിലും ആണോ എന്ന് പോലും ആളുകൾ സംശയിച്ചിരുന്നു എന്നാണ് നമ്മൾ അന്വേഷിച്ചവർ പറയുന്നത്. പിന്നീടാണ് ഇത് സ്ഫോടനമാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. വലിയ ശക്തിയുള്ള സ്ഫോടനമാണ് ഉണ്ടായത്. കരിങ്കൽ ക്വാറിയിലാണ്. ഏതായാലും അവിടെ സൂക്ഷിച്ചിരുന്ന വടക്കാഞ്ചേരി ഒരുപാട് ഉള്ളിലേക്കുള്ള സ്ഥലത്താണോ ഈ സ്ഫോടനം ഉണ്ടായത്? ഈ ആൾക്കാരെ ഒക്കെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നതിനൊരു താമസമൊക്കെ ഉണ്ടായിരുന്നോ? അടുത്തൊക്കെ ആശുപത്രി ഉണ്ടായിരുന്നോ? ഇല്ല, അവരെല്ലാവരെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് ധന്യ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അതീവ ഗുരുതരമാണ് 4 പേരുടെ നില. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അധികൃതരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. വലിയ തോതിലുള്ള പരിക്കുകൾ അവർക്കുണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരാൾ മരണപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ആ വാർത്ത മരണപ്പെട്ടു എന്നൊരു വാർത്തയും അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും 4 പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം മറ്റുള്ളവർക്കും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും സന്ധ്യയ്ക്ക് അല്പം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അല്പസമയത്തിന് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും വലിയ ശബ്ദമാണ് ഉണ്ടായത് എന്ന് സമീപവാസികൾ എല്ലാവരും പറയുന്നുണ്ട്. പോലീസും അവിടേക്ക് എത്തിയിട്ടുണ്ട്, ഫയർഫോഴ്സും എത്തിയിട്ടുണ്ട്. ഏതായാലും അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇന്ന് സന്ധിക്കുണ്ടായിരിക്കുന്നത്. വടക്കാഞ്ചേരി മുള്ളൂർക്കര ആറ്റൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വടക്കാഞ്ചേരി എന്ന് പറയുമ്പോൾ തന്നെ തൃശൂർ നഗരത്തിൽ നിന്ന് ദൂരെയാണ്. ചേലക്കരയ്ക്ക് സമീപമാണ് ഈ സംഭവം. മുള്ളൂർക്കരയിൽ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ എന്താ അറിയോ സുബി, ഈ ക്വാറിയിൽ ആൾക്കാരുണ്ടായിരുന്നു. ഇതിപ്പം പ്രവർത്തിക്കാത്ത ക്വാറിയാണല്ലോ. അപ്പം ഇത് അവിടെ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ്. കാരണം ഇത്രയും പേർക്ക് പരിക്കേൽക്കുമ്പോൾ അതും വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റിരിക്കുന്നത്. അപ്പൊ ക്വാറിക്കകത്ത് ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? സ്വാഭാവികമായും അത് തന്നെയാണ് സംശയം. കാരണം 1.5 വർഷമായി പ്രവർത്തിക്കാത്ത ക്വാറിയാണ്. ഇനി പ്രവർത്തനം തുടങ്ങാനുള്ള സമയം എന്തെങ്കിലും
എടുക്കുകയാണോ, അതിനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നീക്കുകയാണോ എന്ന് വ്യക്തമല്ല. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കൃത്യമായി നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാൻ പറ്റുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഉഗ്ര സ്ഫോടനം ഉണ്ടായി എന്ന് മാത്രമാണ്. വലിയ ശബ്ദത്തോടു കൂടിയുള്ള സ്ഫോടനം ഉണ്ടായി. ആളുകൾ പേടിച്ചരണ്ട് ഓടിപ്പോവുകയായിരുന്നു ആ പ്രദേശത്ത് നിന്ന് എന്നാണ് അറിയുന്നത്. വീടുകൾക്ക് സമീപത്ത്, നമുക്കറിയാം ക്വാറി എന്ന് പറയുമ്പോൾ കിലോമീറ്ററുകളോളം വലിപ്പത്തിലുള്ള ഒരു ക്വാറിയാണ് എന്നാണ് നമുക്ക് അറിയുന്നത്. അതിന്റെ സമീപത്ത് നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകൾക്കുൾപ്പെടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ക്വാറിയിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയുന്നത്. അത് എന്തിനു വേണ്ടിയാണ് അവർ വന്നത്? ഈ ക്വാറി വീണ്ടും പ്രവർത്തിപ്പിക്കുന്നതിന്റെ ഭാഗമായാണോ അല്ല സ്ഥിരമായി അവിടെ ആളുകൾ വരുന്നതാണോ, എന്താണ് അവിടെ സംഭവിച്ചത്? അതിലാണ് ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരുന്നത്. കാരണം പ്രവർത്തിക്കാത്ത ക്വാറിയിൽ ഇത്ര ആളുകൾ എങ്ങനെ എത്തി, ഇത്രയും പേർക്ക് ഇത്രയും ഗുരുതരമായിട്ടുള്ള പരിക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം സമീപത്ത് താമസിക്കുന്നവരാണെങ്കിൽ പോലും ഇത്രയും പരിക്കേൽക്കില്ലല്ലോ. ഇതിന് ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകൾ നേരത്തെ ഉണ്ടായിരുന്നു സുബി? അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമോ? ക്വാറി പ്രവർത്തനം അവസാനിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസിന്റെ ഭാഗമായിട്ടാണോ, അങ്ങനെ എന്തെങ്കിലും? ക്വാറി, ചേലക്കരയിലെ ക്വാറികൾ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കേട്ടിരുന്നു. അതായത് നിയമം ലംഘിച്ചുകൊണ്ട് ചേലക്കരയിൽ നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്നത് സംബന്ധിച്ച വാർത്തകൾ നമുക്ക് തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ അത് ഈ ക്വാറിയാണോ, ആ ക്വാറിയുടെ പ്രവർത്തനം അതുകൊണ്ടാണോ നിർത്തിവെച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുന്നേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ വലിയൊരു ഉഗ്ര സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ധന്യ, ഈ സ്ഥലങ്ങൾ, ഈ വീടുകൾക്കൊക്കെ അപകടം പറ്റി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവിടെയുള്ള ആൾക്കാരെയൊക്കെ മാറ്റിയിട്ടുണ്ടോ? കാരണം എന്താണ് സ്ഥലത്ത് ഇപ്പോഴുള്ള അവസ്ഥ എന്നാണ് അറിയുന്നത്? ആളുകൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും പോലീസും ഫയർഫോഴ്സും എത്തി ആദ്യം ചെയ്യുന്നത് ഈ കോറിക്കകത്ത് ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, പരിക്കേറ്റ് കിടക്കുന്നുണ്ടോ, അറിയാതെ കിടക്കുന്നുണ്ടോ എന്നത് കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടുപിടിച്ച് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഒരാൾ മരിച്ചു എന്ന വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും പോലീസും ഫയർഫോഴ്സും എത്തി അവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീടിന്റെ ഉള്ളിൽ ഇരുന്നവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അപ്പൊ തന്നെ എത്താൻ സാധിച്ചിരുന്നോ? സ്ഥലത്ത് ഇപ്പം പരിശോധന നടത്തുകയാണോ? കൂടുതൽ പേരുണ്ടോ? ആർക്കെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടോ അവിടെ ഏതാണ്ട് എത്ര പേരുണ്ടായിരുന്നു എന്നത്? അവിടെ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും പറയാൻ സാധിക്കുന്ന അവസ്ഥയിലാണോ? കന്യ, കുന്നംകുളം ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ. പ്രധാനമായും നമുക്കറിയുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിലാണ് ആദ്യം അറിയേണ്ടത്. അടച്ചിട്ടിരിക്കുന്ന ക്വാറിയായിരുന്നു എന്നതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ബാക്കി വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ധന്യ, ഈ ആളുകൾ അവിടുന്ന് ആരെങ്കിലും സംസാരിച്ചിരുന്നോ സുവി? കാരണം ഇങ്ങനെയുള്ള ഒരു ക്വാറിയാണ്, പെട്ടെന്ന് ഇത് ഉണ്ടാവുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഫോടനം ഉണ്ടാവുന്നു. അപ്പം സ്വാഭാവികമായിട്ടും എന്താ നടക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ 1.5 വർഷമായിട്ട് അവിടെ ഈ മരുന്നുകൾ, കരിമരുന്ന് സൂക്ഷിച്ചിരുന്നു എന്നൊന്നും ഉണ്ടാവില്ല. കാരണം അതിനുശേഷം പല മഴക്കാലവും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായല്ലോ. അപ്പം അത്രത്തോളം സുരക്ഷിതമല്ലാതെ ഇത് സൂക്ഷിച്ചു എന്ന് മനസ്സിലാക്കണോ? കന്യ, ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് ഈ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അവിടെ എത്ര പേരുണ്ടായിരുന്നു, ആരെങ്കിലും ഇനി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ക്വാറിയിൽ, അതോടൊപ്പം തന്നെ ഇനി പൊട്ടിത്തെറിക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് പ്രാഥമികമായി പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പോലീസിൽ നിന്ന് ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന്. നമുക്ക് ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് 1.5 വർഷത്തോളമായി ഈ ക്വാറികൾ പൂട്ടിക്കിടക്കുന്നു എന്ന വിവരം നമുക്ക് പ്രദേശവാസികളിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം അവിടെ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളായിരിക്കാം പൊട്ടിത്തെറിച്ചത് എന്നും പ്രദേശവാസികളിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ വൻ ശേഖരം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ മഴ എന്നതുൾപ്പെടെ പറയുമ്പോൾ നമുക്കറിയാം ക്വാറികൾ പ്രവർത്തിക്കുമ്പോൾ അതിനോട് സമീപത്ത് മറ്റ് കാര്യങ്ങളെല്ലാം അവർ അതിനോട് തൊട്ട് ചേർന്ന് ചെയ്തിരിക്കാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. വലിയൊരു ക്വാറിയാണ്, കിലോമീറ്ററുകളോളം വലിപ്പമുള്ള ക്വാറിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ ക്വാറിയാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് വലിയ ഗുരുതരമായി, അതായത് 4 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇതിൽ ഒരാൾ മരിച്ചു എന്നാണ് വിവരങ്ങൾ വരുന്നത്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ഇവരെ എല്ലാവരെയും തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ തോതിൽ ആളുകൾ പരിഭ്രാന്തരായിരുന്നു ആ സമയത്ത്. സന്ധ്യ മയങ്ങിയതിനു ശേഷമാണ്
പ്രത്യേകിച്ചും ഒരു ഗ്രാമപ്രദേശമാണ്. വടക്കാഞ്ചേരി ചേലക്കരയ്ക്കും വടക്കാഞ്ചേരിക്കും മധ്യയുള്ള മുള്ളൂർക്കരയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആറ്റൂർ ഭാഗത്ത് നിരവധി ക്വാറികൾ, നമുക്കറിയാം ചേലക്കര ഭാഗത്ത് നിരവധി ക്വാറികൾ അനധികൃതമായും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. പലതിനും അനുമതിയില്ല. ഇത്തരം വാർത്തകൾ നമ്മൾ നേരത്തെ തന്നെ നൽകിയിരുന്നതാണ്. അതിൽപ്പെട്ട ക്വാറിയാണോ എന്നതുപോലും നമുക്ക് അല്പസമയത്തിന് ശേഷമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും പ്രാഥമികമായി ഇപ്പോൾ അവിടെ വലിയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. വൻ സ്ഫോടനം എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ആ വൻ സ്ഫോടനത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് ഈ പൊട്ടിക്കിടന്ന ക്വാറിയിൽ ആളുകൾ പോയത്? അതോ ഈ ജോലി ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ? ഇനി മറ്റെന്തെങ്കിലും, അതായത് നമുക്കറിയാം ഒരു ക്വാറി മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആളുകൾ അവിടെ പോയതാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതല്ലെങ്കിൽ വീടിനോട് സമീപത്താണോ ഈ സ്ഫോടനം ഉണ്ടായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിന് ശേഷമേ അറിയാൻ പറ്റുകയുള്ളൂ. ഏതായാലും സമീപത്ത് വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. 4 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില, ഒരാൾ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വിവരം. ഏതായാലും ആ കാര്യം നമുക്ക് അല്പസമയത്തിന് ശേഷമേ അറിയുകയുള്ളൂ. ഏതായാലും ദുഃഖഭരിതമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു സന്ധ്യ മയങ്ങിയതിനു ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ആശുപത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേലക്കരയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അവരെ കൊണ്ടുവന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ്. പരിക്കുകൾ അത്രത്തോളം ഗുരുതരമാണ് എന്നാണ് പ്രാഥമികമായി നമ്മൾ അന്വേഷിച്ചപ്പോൾ പോലീസിൽ നിന്നും മറ്റും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ സ്ഫോടനം ഉണ്ടായപ്പോൾ പരിഭ്രാന്തരായി നാട്ടുകാർ 4 വഴിക്കും ഓടുകയായിരുന്നു. കാരണം ഇത് ഒരു പ്രകൃതി ദുരന്തമാണോ, അല്ലെങ്കിൽ ഇത് സ്ഫോടനമാണോ, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം വലുതും ആണോ എന്നതുപോലും ആളുകൾ സംശയിച്ചു. അല്പസമയത്തിന് ശേഷമാണ് അത് സ്ഫോടനമാണ് എന്ന് പോലും മനസ്സിലായത്. അത്രത്തോളം വലിയ ശബ്ദമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ നിന്ന് പുരോഗമിക്കുകയാണ്. സുബി നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദുഃഖകരമായ വാർത്തയാണ്. ഒരാൾ മരിച്ചു എന്നതിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അബ്ദുറഹ്മാൻ എന്നയാളാണ് മരിച്ചത് എന്നും അറിയാൻ സാധിക്കുന്നു. ഈ കരിങ്കൽ ക്വാറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റയാളാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി സ്വദേശി ആണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആറ്റൂരിലെ ക്വാറിയിലാണ് അല്പസമയം മുൻപ് സ്ഫോടനം നടന്നത്. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു, ഒരാൾ മരിച്ചുവെന്ന് സ്ഥിരീകരണം വരുന്നു. സുബി, കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നു. അത് അത്ര വലിയൊരു സ്ഫോടനം നടന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം തന്നെ പരിക്കേറ്റിട്ടുണ്ടാവും. എന്താണ് പോലീസിന്റെ തെരച്ചിൽ, എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ധന്യ, ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ്. അതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഈ 4 പേരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി സ്വദേശിയായ അബ്ദുറഹിമാൻ, അയാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും അയാളെ കൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചപ്പോഴേക്ക് തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. അതിൽ ഈ 4 പേരിൽ ഒരാൾ ഇപ്പോൾ മരിച്ചു. മറ്റൊരാളുടെ നില കൂടെ വളരെ ഗുരുതരമാണ്, അതീവ ഗുരുതരമാണ് എന്നാണ് വിവരങ്ങൾ വരുന്നത്. ഏതായാലും മറ്റ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. ഏതായാലും വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായത്. 1.5 വർഷമായി ഇട്ടിരിക്കുന്ന ക്വാറിയാണ്. എന്താണ് സംഭവിച്ചത്, അവിടെ എങ്ങനെയാണ് ആളുകൾ എത്തിയത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. ഏതായാലും ചേലക്കരയിൽ അനധികൃതമായി നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണോ ഈ ക്വാറി എന്ന് പോലും സംശയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണോ കൂട്ടിയിട്ടത്? എങ്ങനെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ അവിടെ സൂക്ഷിച്ചത്? അനധികൃതമായി ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത്? അതും ഇത്രത്തോളം മാരക ശേഷിയുള്ള, അതായത് ശബ്ദം കേട്ടാൽ അത്രത്തോളം വലിയ സ്ഫോടനമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ മാരക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. സാധാരണ ക്വാറികൾ പൊട്ടിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ ഒരു സ്ഫോടനമായിരുന്നില്ല എന്നാണ് പറയുന്നത്. വലിയ ശബ്ദത്തോടു കൂടിയ സ്ഫോടനം, കിലോമീറ്ററോളം വലിപ്പമുള്ള ക്വാറിയാണ്. അവിടെ നിന്ന് ആ ശബ്ദം പുറത്തേക്ക് വരുന്നിട്ട് ആ സമീപ പ്രദേശത്ത് നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആദ്യ ഘട്ടത്തിൽ ഇതൊരു പ്രകൃതി ദുരന്തമാണോ എന്ന് പോലും ആളുകൾ സംശയിച്ചിരുന്നു. പക്ഷെ അത് എന്താണ് എന്ന ആളുകൾക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ചും രാത്രിയായി. നഗരപ്രദേശമല്ല, ഗ്രാമപ്രദേശമാണ്. നമുക്ക് പറയാം ഉൾഗ്രാമമാണ് എന്ന് തന്നെ നമുക്ക് പറയാം മുള്ളൂർക്കരയെ കുറിച്ച്. ചേലക്കരയും വടക്കാഞ്ചേരിക്കും മധ്യയുള്ള മുള്ളൂർക്കര ആറ്റൂരിൽ വളരെ റൂറലായ വളരെ ഒരു കുഗ്രാമമാണ്. പ്രത്യേകിച്ചും ലൈറ്റും വൈദ്യുതി കണക്ഷൻ എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ
ഒരു കുഗ്രാമമാണ്. ആളുകൾ അറിഞ്ഞ് ഈ വിവരം പുറത്തേക്ക് വരുന്നത് തന്നെ ഇപ്പോഴാണ്. 8:30-9 മണി സമയത്താണ് ഈ ആളുകൾ അറിഞ്ഞ് ഈ വിവരം പുറത്തേക്ക് വരുന്നത് തന്നെ. സന്ധ്യയോടുകൂടി സംഭവം ഉണ്ടായി എന്നാണ് അറിയുന്നത്. ഏതായാലും 4 പേർക്കാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. അതിൽ ഒരാൾ ഇപ്പോൾ മരിച്ചു. രണ്ടാമതൊരാൾ കൂടെ അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. ഈ 4 പേരിൽ ബാക്കി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ചേലക്കരയിലെ ആശുപത്രിയിലും ചിലരെ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഏതായാലും വൈകിട്ടത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ദുഃഖകരമായ സംഭവമാണ്. ഏതായാലും അനധികൃതമായാണോ ഈ ക്വാറി പ്രവർത്തിച്ചത്, അതോ ഈ പഞ്ചായത്തിന്റെയും മറ്റും അനുമതി ഇല്ലാതെയാണോ ഈ ക്വാറി പ്രവർത്തിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ടതായിട്ടുണ്ട്. സുവി, തിരിച്ചു വരാം. സുവി, തുടരാമോ? ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തൃശൂർ വടക്കാഞ്ചേരി മുള്ളൂർക്കര ആറ്റൂരിലാണ് കരിങ്കൽ ക്വാറിയിൽ സ്ഫോടനമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. തൃശൂർ വടക്കാഞ്ചേരി മുള്ളൂർക്കര ആറ്റൂരിലാണ് കരിങ്കൽ ക്വാറിയിൽ സ്ഫോടനമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രദേശത്തെ വീടുകൾക്ക് കേടുപറ്റിയതായി അറിയാൻ സാധിക്കുന്നു. കരിങ്കൽ ക്വാറിയിലെ അപകടത്തിൽ നിരവധി പേർക്കേറ്റ പരിക്കിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഒരാൾ മരിച്ചു എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇവരെ പരിക്കേറ്റവരെയെല്ലാം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നു. 1.5 വർഷമായി പ്രവർത്തിക്കാത്ത ക്വാറിയിലാണ് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചത്. വലിയ ശബ്ദം ആ സമയത്തുണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നു. സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്ക് വലിയ തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അറിയുന്നു. പൂട്ടിക്കിടന്ന ക്വാറിയിൽ എങ്ങനെ ഈ സ്ഫോടനമുണ്ടായി, മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഒരു മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതിൽ മറ്റുള്ളവരെ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അപകടത്തിന് ശേഷം എല്ലാവരെയും തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അല്പസമയം മുമ്പാണ് ഒരാൾ മരിച്ചു എന്ന വിവരം പുറത്തുവരുന്നത്. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പ്രദേശത്തെ വീടുകൾക്കും ഈ സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതിൽ വലിയ കേടുപാടുണ്ടായി എന്നാണ് അറിയുന്നത്. നേരത്തെ റിപ്പോർട്ടർ സുബി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 1.5 വർഷമായിട്ട് ഈ ക്വാറി പൂട്ടിക്കിടക്കുകയാണ്. അവിടെ ക്വാറിയിലെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു ക്വാറിയിലാണ് ഈ ആളുകൾ ഒരു പക്ഷേ അവിടെ സാധാരണ പോയിരിക്കുന്ന ആളുകളോ അങ്ങനെ എന്തെങ്കിലും ആകാനാണ് ഇപ്പോൾ സാധ്യത. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെ അപകടമുണ്ടായി എന്ന രീതിയിലുള്ള ഔദ്യോഗികമായ വിശദീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല. അപകടമുണ്ടായ സ്ഥലത്ത് ഇപ്പോഴും കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവിടെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ നടത്തുകയാണ്. വലിയ അപകടമാണ് ഉണ്ടായത്. ഇപ്പോൾ തൃശൂർ DFO അരുൺ ഭാസ്കർ ചേരുന്നു. ശ്രീ അരുൺ ഭാസ്കർ, വലിയ അപകടമാണ് ഉണ്ടായത് എന്ന് അറിയുന്നു. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരം, ഒരു മരണം എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. താങ്കളൊന്ന് സ്ഥിരീകരിക്കാമോ? ഓക്കെ, അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അവരെ കൊണ്ടുപോയിരുന്നു. ഈ 5 പേരെ കൊണ്ടുപോയിരുന്നു. അതിലൊരാളുടെ ഇത് പറഞ്ഞതൊക്കെ ഏകദേശം കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞങ്ങളിപ്പോ നോക്കിയിട്ട് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ്. ഓക്കെ സാർ, ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ? ഇത് ഇവിടെ ഒരു ഗോഡൌണിലല്ല സംഭവിച്ചത്, മാഗസിനിലല്ല, ഓപ്പൺ സ്പേസിലാണ്. ക്വാറിയുടെ താഴെ തന്നെയുള്ള ഓപ്പൺ സ്പേസിലാണ് സംഭവിച്ചത്. അവിടെ അവിടെ എക്സ്പ്ലോസീവ്സ് കൂട്ടിയിട്ടിട്ടുണ്ടാവാം. പറഞ്ഞൊരു കുഴിയുണ്ട്, ഒരു കുഴി കണ്ടിട്ടുണ്ട്. നല്ല ആഴത്തുള്ള ഒരു കുഴി ഉണ്ടായിട്ടുണ്ട്, രൂപപ്പെട്ടിട്ടുണ്ട്. അതിനടുത്ത് എവിടെയോ ഇതുണ്ടായിരുന്നു, എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. ഈ ഫയർ എങ്ങനെ ഉണ്ടായിന്നാണ് കരുതുന്നത്? അത് തന്നെ, ഈ എക്സ്പ്ലോസീവ്സ് കൂട്ടിയിട്ടിട്ട് എന്തോ അവർ ചെയ്തു എന്നുള്ളതാണ്. കൂടുതൽ എവിഡൻസ് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. മറ്റൊരു എവിഡൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ചോരയും പിന്നെ കുറച്ച് ചെരുപ്പുകളും പിന്നെ മറ്റു കുറച്ച്. ഏതാണ്ട് എത്ര പേരായിരുന്നു അവിടെ അപകടം നടന്ന സ്ഥലത്തുണ്ടായിരുന്നത്? എത്ര പേര് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തെരച്ചിൽ നടക്കുന്നേ ഉള്ളൂ അല്ലെ? ആ സമയത്ത് 5 പേരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവരെല്ലാം അപകടപ്പെട്ടു എന്നാണ് അറിയുന്നത്. അവിടെ ഇപ്പം പറഞ്ഞോളൂ സാർ. ഇത് പൊട്ടിക്കുന്ന ഒരു സ്ഥലത്തല്ല, ആക്ച്വലി ഇത് പൊട്ടിക്കുന്ന സ്ഥലത്തല്ല, ഇത് മാഗസിനിലല്ല, കോറിയുടെ താഴെയാണത്. കോറിയുടെ ഓപ്പൺ ഏരിയക്ക് താഴെയാണ്. എന്നുവെച്ചാൽ ആ കോറിക്ക് ഉണ്ടാക്കുന്ന ഒരു കുളം പോലെ സ്ഥലം, വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു കോറിയുടെ, ഇത് വെള്ളമില്ല, അത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്പേസ് ആണ് താഴെ, കോറിയുടെ താഴെയുള്ള. അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവര് എന്തിനാണ് അവിടെ എത്തിയതെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നോ? ഇവരെന്തിനാണ് അവിടെ എത്തിയതെന്നും കൃത്യമായൊരു വിവരമൊന്നുമില്ല.
അല്ല, സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരാണോ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? ഇപ്പൊ ക്വാറി 1.5 വർഷമായിട്ട് അടച്ചിട്ടതായിരുന്നല്ലോ, അപ്പൊ അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ? ഫിഷിങ്ങിനുള്ള വല നെറ്റ് ഇവിടെ കിടപ്പുണ്ട്. അതിനെന്തെങ്കിലും ആയിരിക്കാന്ന് കരുതുന്നു, മീൻ പിടിക്കാനുള്ള നെറ്റ്. ഓക്കെ സാർ, ഈ ക്വാറി അടച്ചിട്ടിരിക്കുകയായിരുന്നു അല്ലേ ഒരുപാട് കാലമായിട്ട്? ക്വാറി ഇപ്പൊ ഉപയോഗിക്കുന്നില്ല, വർക്കിംഗ് അല്ല. ശരി, വളരെ നന്ദി ശ്രീ അരുൺ ഭാസ്കർ സംസാരിച്ചതിന്, വിവരങ്ങൾ നൽകിയതിന്. എന്തായാലും വടക്കാഞ്ചേരി വാഴക്കാടാണ് ഇത്തരത്തിലൊരു ആറ്റൂരിലെ ക്വാറിയിലാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു മരണം സംഭവിച്ചു എന്നത് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വാർത്തയിലേക്ക് തിരിച്ചെത്താം, ഇടവേള. കൊല്ലം ശൂരനാട്ടിൽ വിസ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കിരണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വിനോദ് ചേർന്നു. വിനോദ്, ഈ സംഭവത്തിൽ, ദാരുണമായ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് കരുതണം. ഇപ്പോൾ കിരൺ എന്ന ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയുന്നത്. എങ്ങനെയാണ് അന്വേഷണം പോകുന്നത്? ധന്യ, കിരണിനെ ശൂരനാട് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ തന്നെ ഇയാൾ ഒളിവിൽ പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതേസമയം ബന്ധുക്കളുടെയോ സഹപ്രവർത്തകരുടെ സഹായം ഇയാൾക്കുണ്ടായില്ല. ഇതേ തുടർന്ന് വീട്ടിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഇയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും നാളെ രാവിലെ 10 മണിയോടുകൂടി കിരണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ശൂരനാട് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം വിസ്മയുടെ അച്ഛന്റെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോടും സംസാരിച്ചു. മകളെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് പിതാവ് പറയുന്നുണ്ട്. കാറ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് സ്ത്രീധനമായി ഏതാണ്ട് 1 ഏക്കർ സ്ഥലവും 100 പവൻ സ്വർണം, അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപ വില വരുന്ന കാറ് ഇത് നൽകിയിരുന്നു. ഈ കാറ് വിൽക്കണം എന്നാവശ്യപ്പെട്ട് നിരന്തരമായി കിരൺ വിസ്മയെ മർദ്ദിക്കുമായിരുന്നു. 3 മാസമായി ക്രൂരമർദ്ദനമാണ് നടന്നത്. വിസ്മയുടെ കടക്കലിലെ വീട്ടിൽ വെച്ചും ഇത്തരത്തിൽ മർദ്ദനം നടന്നു. ഇത് അറിഞ്ഞെത്തിയ SIയെ കിരൺ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായി. മദ്യപിച്ചാണ് കിരൺ അവിടെ എത്തിയതെന്ന് കൂടി വിസ്മയുടെ അച്ഛൻ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ബന്ധുക്കൾക്ക് കഴിഞ്ഞ ദിവസത്തെ മർദ്ദനത്തെ കുറിച്ച് തന്നെ വിവരം ലഭിച്ചിരുന്നു. വാട്സപ്പിൽ മർദ്ദനത്തിൽ മുറിവേറ്റ ദൃശ്യങ്ങൾ വിസ്മയ തന്നെ സഹോദരനും ഇത് മുതലാണ് വിനോദ് ഈ ഒരു കാര്യം പെൺകുട്ടി വീട്ടിൽ അറിയിക്കുന്നതും? ഇത് നേരത്തെ പോലീസിന് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്ന കാര്യമാണല്ലോ അല്ലെ? ധന്യ, 3 മാസമായി ഈ മർദ്ദനം തുടരുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി താൻ മർദ്ദനമേൽക്കുമ്പോഴും ഇതെല്ലാം സഹിക്കാം എന്ന നിലയ്ക്ക് വീട്ടിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. 3 മാസം മുൻപ് വീട്ടിലേക്ക് വരികയും ചെയ്തു. ആ സമയം കിരൺ വീട്ടിലെത്തി വിസ്മയെ മർദ്ദിച്ചു. വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോൾ SIയെ തന്നെ കിരൺ മർദ്ദിക്കുന്ന സംഭവമുണ്ടായി. ഇയാൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. പോലീസുമായി തന്നെ തർക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് വിസ്മയ തന്നെ കിരണിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. താൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഇത് നല്ല രീതിയിൽ കഴിയുമെങ്കിൽ. അതായത് ഇത്രയും സംഭവം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഉണ്ടായിട്ടും ഈ വിസ്മയുടെ മാതാപിതാക്കൾ തിരിച്ച് കിരണിന്റെ വീട്ടിലേക്ക് തന്നെ പെൺകുട്ടികളെ അയച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിൽ വിസ്മയ കൂടി ഒരു നിലപാടെടുത്തു. താൻ കിരണിന്റെ വീട്ടിലേക്ക് പോകാം. ആയുർവേദ ഡോക്ടർ എന്ന നിലയിലാണ് വിസ്മയുടെ വിദ്യാഭ്യാസം നടന്നത്. അതിന്റെ MD പരീക്ഷ അടുത്തിടെയാണ് കഴിഞ്ഞത്. അതിനുശേഷമാണ് വിസ്മയ കിരണിന്റെ വീട്ടിലേക്ക് പോകുന്നത്. താൻ ആ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. വീട്ടുകാരും പറയുന്നത് ഒരുപക്ഷെ ഇവർ സ്വരച്ചേർച്ചയിലേക്ക് എത്തും, അതിനുശേഷം തർക്കങ്ങൾ ഉണ്ടാകാതെ പോകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ മർദ്ദനം തുടർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയും ഇത്തരത്തിൽ മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു. വിനോദ് അയച്ചു കൊടുത്തത് സഹോദരനായിരുന്നു. സഹോദരനും സഹോദരന്റെ ഭാര്യയ്ക്കും അതോടൊപ്പം തന്നെ വിസ്മയുടെ അമ്മയ്ക്കും വാട്സാപ്പിൽ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു. അവർ നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ അറിയാം. അവർ ചോദിക്കുന്നുണ്ട്, നീ ആ വീട്ടിലുള്ള ആളുകളോട് ചോദിച്ചില്ലേ എന്ന തരത്തിലാണ് ഇവരുടെ സന്ദേശം ചെല്ലുന്നത്. പക്ഷേ അവിടെ ഉള്ളത് കിരണിന്റെ അച്ഛനും അമ്മയുമാണ്. വിസ്മയുടെ അച്ഛൻ തന്നെ പറയുന്നു, സ്വാഭാവികമായും മകന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വരുമ്പോൾ മാതാപിതാക്കൾ മകനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന തരത്തിലാണ് വിസ്മയുടെ അച്ഛന്റെ മൊഴി വരുന്നത്. സ്വാഭാവികമായും ആ തരത്തിൽ തന്നെയായിരിക്കും. എങ്കിൽ കൂടിയും ഒരു പെൺകുട്ടിക്ക് മർദ്ദനമേൽക്കുമ്പോൾ ആ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ ഇടപെട്ടില്ല എന്ന ഗുരുതരമായ ഒരു പിഴവ് കൂടി ഇതിനകത്തുണ്ട്. കിരൺ ഏറ്റവും വലിയ പ്രതിയായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നിശബ്ദമായി അത് കേട്ടുനിന്ന ആളുകളും
അക്കൂട്ടത്തിൽ തന്നെ കുറ്റം ചെയ്തു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും തന്നെയാണ്. ഇതിൽ ഈ മാതാപിതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടോ? അതായത് കിരണിന്റെ മാതാപിതാക്കൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഈ വീട്ടുകാർ, വിസ്മയുടെ വീട്ടുകാർ ചോദിച്ചപ്പോഴോ അല്ലാതെ ഇപ്പോൾ കേസും കസ്റ്റഡിയും ഒക്കെ വരുമ്പോഴോ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഈ ഘട്ടം വരെയും ആ തരത്തിലൊരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അവർ പ്രതികരിക്കാൻ തയ്യാറുമല്ല. അതേസമയം നമ്മൾ കിരണിന്റെ ബന്ധുക്കളുമായും സഹപ്രവർത്തകരുമായും സംസാരിച്ചു. അവരാരും തന്നെ കിരണിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, കിരൺ ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ ഓഫീസിലെത്താറില്ലായിരുന്നു. റോഡിലെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുകയും അത് പൂർത്തിയാക്കിയ ശേഷം മടങ്ങുകയും ചെയ്യുമായിരുന്നു എന്ന നിലയ്ക്കാണ് ഇപ്പോൾ സഹപ്രവർത്തകരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു പെൺകുട്ടിയെ അതിദാരുണമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം, താൻ എല്ലാം സഹിച്ചു നിൽക്കാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു സന്ദർഭത്തിൽ പോലും അതിക്രൂരമായി ഒരു കാർ വിൽക്കുന്നതിന്റെ പേരിൽ, അതും പ്രയോജനമായി കിട്ടിയ കാറാണ്, അത് വിൽക്കുന്നതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന ഒരു സംഭവം ഏതായാലും ഇപ്പോൾ പ്രതി പോലീസിന്റെ പിടിയിലുണ്ട്. നാളെ രാവിലെ എന്തായാലും കസ്റ്റഡിയിലേക്കും പോയിരിക്കുന്നു. വിനോദ് പറഞ്ഞ പോലെ നാളെ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കാം, കൂടുതൽ അന്വേഷണം നടന്നേക്കാം. എങ്ങനെ വിസ്മയ മരിച്ചു എന്ന കാര്യത്തിൽ നാളെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകാൻ, അത് കൊലപാതകമാണോ, വിസ്മയുടെ അച്ഛൻ പറഞ്ഞതുപോലെ കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയതാണോ ഇല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളോടെ പോലീസ് തെളിയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും പ്രതിയായ കിരണിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്, കസ്റ്റഡിയിലെടുത്തത്. മകളെ കൊന്ന് കെട്ടിത്തൂക്കിയതെന്ന് വിസ്മയുടെ അച്ഛൻ. കാറ് വിൽക്കണമെന്നാവശ്യപ്പെട്ട് വിസ്മയെ കിരൺ മർദ്ദിക്കുമായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ ത്രിവിക്രമൻ നായർ പറഞ്ഞു. 3 മാസമായി കടുത്ത മർദ്ദനമായിരുന്നുവെന്നും വിസ്മയുടെ അച്ഛൻ. അത് ചെയ്യാൻ കഴിയില്ല. അവർക്ക് അത് അവളെ ഒരു മണിക്കൂറും കൊന്നത് തന്നെയാണ്. അവനും കാണുമ്പോൾ ഇവിടെ രാത്രി ഇപ്പോൾ അവിടെ ഞാൻ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിഞ്ഞതെന്ന് പറയുന്നത് രാത്രിയിൽ അവർ വഴക്ക് നടന്നപ്പോഴത്തേക്ക് താഴെ വന്നു, മേല് കയറി അച്ഛനും അമ്മയും കൂടെ ചെന്ന് അത് സോൾവ് ആക്കി താഴെ ഇറങ്ങി വന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേട്ട് അവൻ്റെ അച്ഛൻ കയറി ചെന്നപ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കണം എന്നാണ് പറയുന്നത്. കഴുത്തിൻ്റെ ഇവിടെ നെഞ്ഞിനെയും ഒരു മുറിവുണ്ട്, ഇവിടെ മുറിവുണ്ട്, കയ്യിൻ്റെ ഭാഗത്തുണ്ട്, കണ്ണിൻ്റെ ഉണ്ട്. തീർച്ചയായിട്ടും എൻ്റെ മോള് കൊന്നത് തന്നെയും കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നാണ് പറയാം. പിന്നെ ഇത് അവന് ഒരു ഇപ്പോഴൊന്നും ഉണ്ടായില്ല, കഴിഞ്ഞ ജനുവരി മാസം തൊട്ട് തുടങ്ങിയതാണ്. ജനുവരി മാസത്തിൽ ഈ രാത്രി 1:30 മണിക്ക് ഈ ഗേറ്റ് തുറന്ന് ഇവിടെ കയറി വന്ന് അച്ഛൻ്റെ മോളെ അടിക്കുകയും മോൻ കയറി പിടിച്ചു മോനെ അടിക്കുകയും മോനെ കൈക്ക് ഫ്രാക്ചർ വരികയൊക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു കേസുകൊണ്ട് അന്ന് എസ് ഐ ഇവിടെ വെച്ച് ഇവനെ പിടിച്ചു, എസ് ഐയുമായിട്ട് അടിയായി. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ചെറുക്കനാണ് അവനവൻ. ഇന്നിപ്പോൾ അവരുടെ കൂടെയുള്ള NBD കാരൊക്കെ എല്ലാം അവിടെ വന്നതാണ്. അപ്പോൾ അവർ പറയണത് അങ്ങനെ ഓഫീസിലൊന്നും അങ്ങനെ വരാറില്ല, അവന് ഡ്യൂട്ടി റോഡിലാണ്, ഓർഡർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകും എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത്. മോള് പറഞ്ഞാണ് ഞാനിനി വിളിച്ചുകൊണ്ട് വന്നു. അതിനുശേഷമാണ് ഞാൻ കോളേജിൽ മോളെ ലാസ്റ്റ് ഇയർ ആയിരുന്നു, ലാസ്റ്റ് പരീക്ഷയുടെ നിയമം അവിടുന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. പോയിട്ട് അങ്ങ് മോളിവിടെ അമ്മയെ വിളിച്ച് പറഞ്ഞത്, അമ്മ ഞാനിനി കിരണിൻ്റെ വീട്ടിൽ വന്നു, ഞാൻ 1 മാസം കഴിഞ്ഞ് ഇനിയിപ്പോൾ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ വിളിക്കാറില്ല, അമ്മയുമായിട്ട് എന്നും വിളിച്ച് കോണ്ടാക്ട് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇവ ഇല്ലാത്ത ദിവസങ്ങളിലാണ് വിളിക്കുന്നത്, ഇവ ഉണ്ടെങ്കിൽ വിളിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇപ്പോൾ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അമ്മയുടെ ഒരുപാട് മെസ്സേജുകൾ കിടപ്പുണ്ട്, അവളെ ഇങ്ങോട്ട് അയക്കുന്നു, ഒരു കാരണവശാലും വിളിക്കരുത്, അങ്ങനെ ഇങ്ങനെ ഇല്ലാത്തത് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്നുള്ള എല്ലാം ഉണ്ടാക്കുന്നു. കിരൺ മാത്രമാണോ ഇതിൽ കുഴപ്പക്കാരനാണോ നിങ്ങൾ കരുതുന്നത്, അതോ പ്രതിയായിട്ട് കരുതുന്നത്? അതോ അല്ല, പ്രതിയായിട്ടെന്ന് പറയുന്നത് ഇവൻ സ്വന്തമായിട്ട് പോയി ചെയ്തതാണ്. സപ്പോർട്ട് അച്ഛനും അമ്മയും ഉണ്ട്. അതെപ്പോഴായിരുന്നു നമ്മൾ അമ്മേനെ മക്കളെ കൂടെ നിൽക്കുകയുള്ളൂ, മരുമക്കളെ കൂടെ ഏതായിരുന്നാലും നിൽക്കത്തില്ല. സപ്പോർട്ട് അവരുണ്ട് വീട്ടിൽ. മറ്റു അതായത് കിരൺ അല്ലാതെ കിരണിന്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവര് ഈ സ്ത്രീധനത്തെ ചൊല്ലി അല്ലെങ്കിൽ പണം ചൊല്ലി പണത്തിൻ്റെ പ്രശ്നമല്ല, ഈ സ്ത്രീധനത്തിൻ്റെ മെയിൻ പ്രശ്നമല്ല. പ്രശ്നമെന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ കാര്യമാണ്. അവന് വണ്ടി കൊടുത്ത ടൊയോട്ട ഹാരിസാണ്, അത് വിറ്റ് അവന് പൈസ ഞാൻ കൊടുക്കണം. അവന് ആ വണ്ടി വേണ്ട, പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അവന് പെട്രോൾ കിട്ടുന്നില്ല, എനിക്ക് അത് വണ്ടി വേണ്ട, അത് വിറ്റ് പൈസ കൊടുക്കണം. അപ്പോൾ അത് ഞാൻ CC ഇട്ട് മേടിച്ച വണ്ടിയാണ്, എനിക്കത് വിൽക്കാൻ കഴിയില്ല. അപ്പം ഇപ്പോൾ ഇല്ലയെന്ന് ലാസ്റ്റ് ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞ് അമ്മ മോളോട് പറഞ്ഞാൽ അത് വിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ശേഷം ഇത്തിരി കൂടിയോ ചവിട്ടി പിടിച്ചോ കഴുത്ത് പിടിക്കുകയോ അങ്ങനെ എന്തൊക്കെയൊക്കെ മെസ്സേജൊക്കെ ഉണ്ട്, കൂട്ടുകാരിയിലൊക്കെ മെസ്സേജുകൾ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വനിതാ കമ്മീഷനിൽ റിപ്പോർട്ടുകൾ കുറേ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ട്, അവരെല്ലാം വിളിക്കും, അവർ സംസാരിക്കും, എല്ലാമൊക്കെ ചെയ്തിട്ടുണ്ട്.
തൃശൂർ വടക്കാഞ്ചേരി മുള്ളൂർക്കരയിൽ കരിങ്കൽ ക്വാറിയിൽ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സുവി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുവി, എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഒരാൾ മരിച്ചു എന്നറിയുന്നു, മറ്റുള്ളവരുടെ നില എങ്ങനെയാണ്? ധന്യ, ഇന്ന് സന്ധ്യയോടുകൂടിയാണ് ദുഃഖകരമായ സംഭവം ഉണ്ടാവുന്നത്. വടക്കാഞ്ചേരി മുള്ളൂർക്കര ആറ്റൂരിലാണ് ഈ കരിങ്കൽ ക്വാറിയിൽ ഉഗ്രസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ ഉഗ്രസ്ഫോടനം നടക്കുമ്പോൾ അത് ക്വാറി പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടല്ലായിരുന്നു അവിടെ ആളുകൾ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചത്. അവിടെ 5 പേരാണ് ഈ സംഭവം നടക്കുമ്പോൾ ക്വാറിയിൽ ഉണ്ടായിരുന്നത്. ഈ 4 പേർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. ആ മരിച്ചയാൾ എന്ന് പറയുന്നത് പാറമട ഉടമയുടെ സഹോദരനായ അബ്ദുറഹ്മാനാണ് മരിച്ചിരിക്കുന്നത്. 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. ഇവരെ തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുഴിയെടുക്കുകയായിരുന്നു. അതായത് നേരത്തെ ക്വാറി 2020 വരെയാണ് ക്വാറിക്ക് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ലൈസൻസ് ഇല്ലാതെയാണ് ഈ ക്വാറി നിൽക്കുന്നത്. 1.5 വർഷമായി പൂട്ടിക്കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും നാട്ടുകാർ പറയുന്നത് അല്ല, ഇവിടെ ഇപ്പോഴും കരിങ്കൽ പൊടിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്ന ഒരു വിവരം നാട്ടുകാർ പറയുന്നുണ്ട്. അതിന്റെ അനധികൃതമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു മുൻ പഞ്ചായത്ത് മെമ്പറുടെ പേരിലുള്ള ക്വാറിയാണ് ഇത്. ഇതിൽ ഇയാളുടെ സഹോദരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒരു ക്വാറി, അതായത് കുഴി ായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് പറയുന്നത്. വലിയ ശബ്ദത്തോടു കൂടിയുള്ള പൊട്ടിത്തെറിയായിരുന്നു, ഉഗ്രസ്ഫോടനമായിരുന്നു. സമീപത്തുള്ള വീടുകൾക്കെല്ലാം തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതെന്താണ്, ക്വാറിയിലെ സ്ഫോടനമാണോ എന്ന് പോലും ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. പകരം ഇതൊരു പ്രകൃതി ദുരന്തമാണോ എന്ന ഒരു സംശയവും നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. ഏതായാലും പരിഭ്രാന്തരായി നാട്ടുകാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇന്ന് വൈകിട്ട് സന്ധ്യയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഒരാളെ ഇപ്പോൾ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ക്വാറിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ജിയോളജിസ്റ്റ് ഈ ക്വാറിക്ക് ഫൈൻ ചുമത്തിയിരുന്നു. 50 ലക്ഷത്തോളം രൂപ ഫൈൻ ചുമത്തിയിരുന്നു. ആ ഫൈൻ ഒടുക്കാത്തതിനെ തുടർന്ന് അടച്ചിടാൻ പറയുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയുന്നത്. ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. എങ്കിലും ഈ വിവരങ്ങളെല്ലാം തന്നെ ഒന്നുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ക്വാറി ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിലുള്ള ക്വാറിയാണ്. ആ ക്വാറിയിലാണ് സ്ഫോടനം ഉണ്ടായത്. 2020 ഇതിന്റെ ലൈസൻസ് കഴിഞ്ഞതാണ്. തുടർന്നും ഇത് പ്രവർത്തിക്കുകയായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ ആ ക്വാറിയിൽ ഒരു കുഴി എടുക്കുന്നതിനിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. സാധാരണ രീതിയിലുള്ള ഒരു സ്ഫോടനം ആയിരുന്നില്ല, വലിയ തോതിലുള്ള ഒരു സ്ഫോടനമാണ് ഇവിടെ ഉണ്ടായത് എന്നുമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ധന്യ. സുബി, ഈ വീടുകൾക്ക് വലിയ പരിക്കുണ്ട് എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും വീടുകളെ ഈ ഒരു സ്ഫോടനം ബാധിച്ചിട്ടുണ്ട് എന്നറിയുന്നു. അത് ഗുരുതരമാണോ? സമീപത്തുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവ വലിയ ഗുരുതരമാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഏതായാലും വൈകിട്ടാണ്, അല്പം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. സമീപത്തുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം അത്രയും പ്രഹരശേഷിയിലായിരുന്നു ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബാക്കി വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഏത് തരത്തിലുള്ള അപകടമാണ് സമീപത്തെ വീടുകൾക്കുണ്ടായതെന്ന്. ഏതായാലും ഈ അപകടം നടക്കുമ്പോൾ ക്വാറിക്കുള്ളിൽ 5 പേർ മാത്രമാണ് ഉണ്ടായത്. വലിയ കിലോമീറ്ററുകളോളം വലിപ്പമുള്ള ക്വാറിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറിയാണ്. വലിയ സ്ഫോടനം ഉണ്ടായി. അതിനുശേഷം അതായത് ഈ ആളുകൾ ആദ്യം പരിഭ്രാന്തരായി ഓടിയെങ്കിലും പിന്നീട് ആളുകൾ തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് ഇത് സ്ഫോടനമാണെന്നും ഇവിടെ പരിക്കേറ്റ ആളുകളുണ്ട് എന്ന വിവരവും ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് നാട്ടുകാർ തന്നെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. തുടർന്ന് ഇപ്പോൾ അല്പസമയം മുമ്പാണ് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നത്. കാരണം വടക്കാഞ്ചേരി മുള്ളൂർക്കര ഒരു കുഗ്രാമമാണ്. അവിടേക്ക് എത്തിച്ചേരുക എന്നതുപോലും ശ്രമകരമായ ഒരു കാര്യമാണ് എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പരിക്കേറ്റവരെയെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഏതായാലും എന്തുകൊണ്ടാണ് ഈ സ്ഫോടക വസ്തു എങ്ങനെ ഇവിടെ ഉണ്ടായി,
പൂട്ടിയിട്ട ക്വാറിയിൽ എങ്ങനെ സ്ഫോടക വസ്തു ഉണ്ടായി എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. ഏതായാലും നാട്ടുകാർ പറയുന്നത് പൂട്ടിയിട്ടു, ലൈസൻസ് റദ്ദാക്കിയതിനെ തുടർന്ന് 1.5 വർഷമായി പൂട്ടിയിട്ടു, പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇന്ന് രാവിലെ പോലും അവിടെ നിന്ന് ലോഡ് വണ്ടികൾ പോയത് കണ്ടു എന്നും ചില നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ആ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷെ പോലീസ് പറയുന്നത് പൂട്ടിയിട്ടതായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇവിടെ കുഴിയെടുക്കാൻ ആളുകൾ വന്നത്, എന്ത് കാര്യത്താലാണ് കുഴിയെടുക്കാൻ വന്നത്? അവർ 5 പേരുണ്ടായിരുന്നു. 5 പേർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നന്ദി സുബി. 5 പേരുടെ മരണത്തിനിടയാക്കിയ രാമനാട്ടുകര വാഹനാപകടം. കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിനിടെ കരിപ്പൂരിൽ പിടികൂടിയ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുപോകാനെത്തിയ കൊടുവള്ളി സംഘവും തട്ടിയെടുക്കാൻ വന്ന ചെർപ്പുളശ്ശേരി സംഘവും തമ്മിൽ അപകടത്തിന് മുൻപ് ഏറ്റുമുട്ടലുണ്ടായി. വാഹനാപകടത്തിൽ മരിച്ച 5 പേരും കസ്റ്റഡിയിലുള്ള 8 പേരും ഉൾപ്പെടെ 15 പേരാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്നെത്തിയത്. അശ്വൻ വല്ലത്ത് ചേരുന്നു. അശ്വനെ, ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നത്? കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുന്നു. ധന്യ, രാവിലെ 4:45 അപകടം നടന്ന ശേഷം ഉണ്ടായിരുന്ന ദുരൂഹത ഏതാണ്ട് മാറുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ അപകടത്തിന് സ്വർണ്ണക്കള്ളക്കടത്തുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഈ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: മലപ്പുറം മൂർക്കനാട് സ്വദേശി ഷഫീഖ് കൊടുവള്ളി സ്വദേശിക്ക് 2.5 കിലോ സ്വർണവുമായി ദുബായിൽ നിന്ന് വരുന്നു. ഈ വിവരം കൊട്ടേഷൻ നേതാവായ ചെർപ്പുളശ്ശേരി സ്വദേശിയായ ചരൽ ഫൈസലിന് ചോർന്നു കിട്ടുന്നു. അങ്ങനെ ഫൈസലിന്റെ നേതൃത്വത്തിൽ 15 അംഗ സംഘം ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഈ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് വരുന്നു. പക്ഷേ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് ഈ സ്വർണം കസ്റ്റംസ് പിടികൂടുകയാണ്. അത് ഈ വിവരം അറിഞ്ഞ് കൊടുവള്ളിയിൽ നിന്ന് സ്വർണം വാങ്ങാനെത്തിയവർ വളരെ വേഗത്തിൽ എയർപോർട്ടിന് പുറത്തേക്ക് പോകുന്നു. ഇവർ സ്വർണവുമായാണ് പോയത് എന്നുള്ള ധാരണയിൽ ചെർപ്പുളശ്ശേരിയിൽ നിന്നെത്തിയ ഈ 15 അംഗ സംഘം 3 വാഹനങ്ങളിലായി ഇവരെ പിന്തുടരുന്നു. ഇവർ ഈ എയർപോർട്ടിന് പുറത്തുള്ള ന്യൂമാൻ ജംഗ്ഷനിൽ വെച്ച് തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നു. അവിടെ നിന്ന് ഒരു വാഹനം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നു. അതിനെ പിന്തുടർന്നായിരുന്നു ഈ ബൊലേറോ കാർ പോയത്. പക്ഷേ എന്നാൽ ബൊലേറോ കാർ രാമനാട്ടുകര എത്തുമ്പോഴേക്ക് ഇവർ മനസ്സിലാക്കുന്നത് ഈ സ്വർണം യഥാർത്ഥത്തിൽ കസ്റ്റംസ് പിടികൂടിയിരിക്കുകയാണ് എന്നിവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ബൊലേറോ കാർ തിരിച്ച് എയർപോർട്ടിന് അടുത്തേക്ക് തന്നെ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്തായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽ ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ 5 യുവാക്കളും മരിക്കുകയും ചെയ്തു. വലിയ അപകടമാണ് അവിടെ ഉണ്ടായത്. പോലീസിന്റെ നിഗമനം ഇപ്പോഴിങ്ങനെയാണ്: സ്വർണം തട്ടിയെടുക്കാനാണ് ചെർപ്പുളശ്ശേരി സംഘം എത്തിയത്. പക്ഷേ സ്വർണം കസ്റ്റംസ് പിടികൂടി എന്നറിഞ്ഞ് കൊടുവള്ളി സംഘം എയർപോർട്ട് പരിസരത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഈ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് 8 പേരാണ്. ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള 8 പേരാണ്. 2 പേരെ കൂടി അവിടെ കസ്റ്റഡി എടുക്കാനുണ്ട്. ഇവർക്ക് മറ്റ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കൂടുതൽ ദിവസങ്ങളിലേക്ക് കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും തീരുമാനം. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ധന്യവാദം. ശരി, നന്ദി അശ്വൻ. ബ്രണ്ണൻ കോളേജ് വിവാദത്തിൽ നിന്ന് പിന്മാറി CPM. കെ സുധാകരന് മറുപടി പറഞ്ഞു കഴിഞ്ഞെന്നും അത് അവിടെ അവസാനിച്ചെന്നും CPM ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ വ്യക്തമാക്കി. അതേസമയം സേവരി നാണു, നാൽപ്പാടി വാസു വധക്കേസുകളിൽ പുനരന്വേഷണ സാധ്യത തേടുകയാണ് സർക്കാർ. CPM-ഉം അന്വേഷണം വേണമെന്ന നിലപാടിലാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു. അതിനോട് അതേ തരത്തിൽ തന്നെ നമ്മളും പ്രതികരിച്ചിരുന്നു. അതിപ്പോ ഒരു പ്രതികരണം വന്നു, ഒരു മറുപ്രതികരണം ഉണ്ടായി, അവിടെ അവസാനിച്ചു. ബ്രണ്ണൻ കോളേജ് വിവാദത്തിൽ തുടർ ചർച്ചകൾക്ക് താൽപര്യമില്ലെന്ന് വ്യക്തമാക്കുകയാണ് CPM നേതൃത്വം. KPCC അധ്യക്ഷന് യോജിക്കാത്ത തരത്തിൽ കെ സുധാകരൻ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ ഇനി ചർച്ചകൾ വേണ്ടെന്ന നിലപാടിലാണ് CPM. മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ബ്രണ്ണനുമായി ബന്ധപ്പെട്ട സുധാകരന്റെ ആരോപണങ്ങൾക്ക് ഇനി മറുപടി പറയില്ല. പകരം കൊച്ചിയിലെ വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണ സാധ്യതയാണ് സർക്കാരും CPM-ഉം തേടുന്നത്. അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. അത് സംബന്ധിച്ച് ഗവൺമെന്റാണ് പരിശോധിക്കുന്നത്. സുധാകരന്റെ വെളിപ്പെടുത്തലുകളിൽ പുനരന്വേഷണത്തിന് സർക്കാർ നിയമോപദേശം തേടിയതായാണ് സൂചന. MM മണിയുടെ വിവാദ പ്രസംഗത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തതിന് സമാനമാണ് ഇപ്പോഴത്തെ സുധാകരന്റെ വെളിപ്പെടുത്തലുകളെന്നും സർക്കാർ കരുതുന്നു. സുധാകരനെതിരെ DYFIയും നിയമ നടപടിക്കൊരുങ്ങുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം ബ്രണ്ണൻ കോളേജ് വിവാദത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി മുസ്ലിം ലീഗ്. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം അനാവശ്യമായി പരസ്യ ചർച്ചയാക്കേണ്ടിയിരുന്നില്ലെന്നാണ് ലീഗ് നിലപാട്. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ നീക്കം കോൺഗ്രസ് ചർച്ച ചെയ്യട്ടെ എന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ബ്രണ്ണൻ കോളേജ് കാലം ചർച്ചയാക്കി മുഖ്യമന്ത്രിയും കെ സുധാകരനും കൊണ്ടും കൊടുത്തും നടത്തുന്ന നീക്കങ്ങൾ ഇരുപക്ഷത്തെയും അണികൾക്ക് ആവേശമാണ്.
പിണറായി വിജയനെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടുള്ള സുധാകരന്റെ ശൈലി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയെന്ന് കോൺഗ്രസ് വിലയിരുത്തുകയും ചെയ്തു. പക്ഷേ KPCC അധ്യക്ഷന്റെ നടപടി ശരിയായില്ലെന്നാണ് മുസ്ലിം ലീഗ് നിലപാട്. പെട്രോളിന്റെ വില ഡെയിലി കയറിക്കൊണ്ടിരിക്കുന്നു, ഡീസലിന്റെ വില കയറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സമയത്ത് നമ്മൾ കഴിഞ്ഞുപോയ ചത്ത കുട്ടിയുടെ ജാതകം നോക്കി ഇരുന്നാൽ കഷ്ടപ്പെട്ടു പോകും. കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കാൻ ഇന്ധനവില വർധനവ്, സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ടിലായ മരം മുറി വിവാദം, പ്രതിപക്ഷത്തിന് കടന്നാക്രമിക്കാൻ ഇത്തരം വിഷയങ്ങൾ ഉള്ളപ്പോഴാണ് KPCC അധ്യക്ഷൻ അനാവശ്യ വിവാദങ്ങൾ ചർച്ചയാക്കിയതെന്നാണ് ലീഗ് നിലപാട്. ഇക്കാര്യത്തിലുള്ള അതിർത്തി ലീഗ് നേതൃത്വം കോൺഗ്രസിനെ അറിയിച്ചു. അതെ, കോൺഗ്രസിലെ പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവർ പറയട്ടെ. ബ്രണ്ടൻ കോളേജ് വിവാദങ്ങളിൽ CH മുഹമ്മദ് കോയയുടെ പേര് പരാമർശിക്കപ്പെട്ടതിലും ലീഗിന് അതൃപ്തിയുണ്ട്. സമാന നിലപാട് UDF-ലെ പല ഘടകകക്ഷികൾക്കും ഉണ്ടെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് RT-PCR പരിശോധനാ നിരക്ക് കുറച്ചതിനെതിരായ ലാബ് ഉടമകളുടെ ഹർജി ഹൈക്കോടതി തള്ളി. രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും പരിശോധനാ നിരക്ക് കുറവാണെന്ന് കോടതി നിരീക്ഷിച്ചു. പരിശോധനാ നിരക്ക് കുറച്ചത് ശരിവച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. പരിശോധനാ നിരക്ക് കുറച്ചത് സംബന്ധിച്ച് ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ഹർജിക്കാർക്ക് സിംഗിൾ ബെഞ്ചിനെ വീണ്ടും സമീപിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. 500 രൂപയാണ് സംസ്ഥാനത്തെ RT-PCR നിരക്ക്. സംസ്ഥാനത്ത് കോവിഡ് മൂലം രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധനസഹായം അനുവദിച്ച് വനിതാ ശിശു വികസന വകുപ്പ് ഉത്തരവിറക്കി. നേരത്തെ മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും രണ്ടാമത്തെയാൾ കോവിഡ് മൂലം മരിക്കുകയും കുട്ടികൾക്കും സഹായം അനുവദിക്കും. 18 വയസ്സാകുന്നതുവരെ കുട്ടിയുടെയും കുട്ടിയുടെ ഇപ്പോഴത്തെ രക്ഷിതാവിന്റെയും പേരിലുള്ള ജോയിന്റ് അക്കൌണ്ടിലേക്ക് മാസം തോറും 2000 രൂപ നിക്ഷേപിക്കും. കുട്ടികളുടെ പേരിൽ 3 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവും തുടങ്ങും. കുട്ടികളുടെ ബിരുദതലം വരെയുള്ള പഠന ചെലവുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വഹിക്കും. സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള 74 കുട്ടികളാണുള്ളത്. കോവിഡ് ചികിത്സയിൽ റൂമുകളുടെ നിരക്ക് സ്വകാര്യ ആശുപത്രികൾക്ക് നിശ്ചയിക്കാമെന്ന് സർക്കാർ. നിരക്ക് നിശ്ചയിച്ച് പൊതുവായി പ്രദർശിപ്പിക്കണം. ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. കോവിഡ് ചികിത്സാ നിരക്ക് നിശ്ചയിച്ചിട്ടുള്ള ആദ്യ ഉത്തരവിൽ റൂമുകളിലെ നിരക്ക് വ്യക്തമാക്കിയിരുന്നില്ല. റൂം വാടക ഒഴികെയുള്ള കോവിഡ് ചികിത്സയ്ക്ക് സർക്കാർ നിരക്കാകും ബാധകം. നേരത്തെ മറ്റ് അസുഖങ്ങൾക്കുള്ളവർക്കും കോവിഡ് ചികിത്സയ്ക്ക് സർക്കാർ നിരക്ക് ഈടാക്കാവൂ. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. ഇതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സദാം കോപ്പ അമേരിക്കയിൽ 2ാം ജയം തേടി അർജന്റീന ഇറങ്ങും. ആദ്യ കളി ജയിച്ച പരാഗ്വേയാണ് എതിരാളികൾ. പുലർച്ചെ 5:30 മുതലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ രാത്രി 2:30 ചിലി ഉറുഗ്വയെ നേരിടും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് Malayalam.news18.com.